മഴ ജൂൺ മാസത്തിൽ 40% കുറഞ്ഞു. ജൂലൈ മാസത്തിൽ നാളിതുവരെ 14% കുറഞ്ഞു. അങ്ങനെ ഈ സീസണിൽ 54% മഴ കുറഞ്ഞു. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് IMD മുന്നറിയിപ്പ് നൽകുന്നത് വരും ദിവസങ്ങൾ അതിശക്തമായ മഴയായിരിക്കും. അത് പ്രളയത്തിലേക്ക് പോയാലും അത്ഭുതമില്ല. വരും ദിവസങ്ങളിൽ കേരളത്തിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ന്യൂനമർദ്ദ സമുദ്രനിരപ്പിൽ തീരദേശ ദൂരനിരത്ത ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കും. തെക്ക് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിനും അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നുണ്ട്. ജൂലൈ 9 മുതൽ 13 വരെ കേരളത്തിൽ മാഹിയിലും നേരിയ തോതിലോ ഇടത്തരമോ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ വ്യാപകമായ മഴയോടൊപ്പം ഇടിമിന്നലും ശക്തമായ കാറ്റും ഉണ്ടാകുമെന്നാണ് മറ്റൊരു മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ കാലാവസ്ഥ രീതികളിൽ പ്രകടമായ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. കനത്ത വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും തുടങ്ങിയവയ്ക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും വിവിധ ജില്ലകളിൽ അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുന്നറിയിപ്പ് കണക്കിലെടുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങൾ മഴക്കെടുതി വിവിധ ഇടങ്ങളിലെ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വശത്ത് മഴയില്ല, വരുമ്പോൾ വലിയ മഴ, അതാണ് സ്ഥിതി. ഉത്തരേന്ത്യയിൽ വരും ദിവസങ്ങളിൽ കാലവർഷം അതീവ കഠിനമാകുമെന്നാണ് മുന്നറിയിപ്പ്. ജമ്മു കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും വ്യാപകമായ മഴയ്ക്ക് സാധ്യത കൽപ്പിക്കുന്നു. കിഴക്കൻ ഉത്തർപ്രദേശിലും കിഴക്കൻ രാജസ്ഥാനിലും മഴ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വ്യാഴാഴ്ച പുറത്തു വന്ന പ്രവചനപ്രകാരം രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ശേഷിക്കുന്ന ഭാഗങ്ങളിലേക്ക് കൂടി മൺസൂൺ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. വ്യാഴാഴ്ച രാത്രി, ഇന്നലെ രാത്രി കനത്ത മഴയിൽ ഡൽഹിയിൽ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലായി. മരങ്ങൾ കടപുഴകി ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട്. മഴക്കെടുതിയിൽ ഡൽഹിയിൽ 3 പേർ മരിച്ചതായും റിപ്പോർട്ടുണ്ട്. രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ മൺസൂൺ ശക്തി പ്രാപിക്കുന്നു. ഡൽഹിയിലും ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും ശക്തമായ മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. പലയിടത്തും മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ രസകരമാണ്. കേരളത്തെക്കുറിച്ച് പഠിച്ചാൽ ഒരു വശത്ത് വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒരു രാജ്യമാണ്. കാരണം എന്താണ്? ഒരു വശത്ത് വരൾച്ച വന്നു, 40% ജൂണിൽ മഴ കുറഞ്ഞു, 14% ഇന്നലെ വരെയുള്ള കണക്കെടുക്കുമ്പോൾ രാജ്യത്ത് മഴ കുറഞ്ഞു. അങ്ങനെ 54% മൺസൂണിൽ കിട്ടേണ്ട മഴ കുറഞ്ഞിടത്ത് നിന്നാണ് ഈ 54% മഴയും കൂടി ഒന്നിച്ച് വരുന്ന ഒരു പ്രതിഭാസമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുള്ളത്. അവിടെയാണ് കാലാവസ്ഥാ മാറ്റത്തിൻ്റെയും അതുപോലെ തന്നെ കാലാവസ്ഥ ദുരന്തത്തിൻ്റെയും കാലാവസ്ഥാ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഒരു പ്രസക്തി വരുന്നത് അവിടെയാണ്. വളരെ പ്രധാനപ്പെട്ട ക്ലൈമറ്റ് ആക്ഷനിലേക്ക് രാജ്യം പോകേണ്ടതുണ്ട്, സംസ്ഥാനം പോകേണ്ടതുണ്ട്. ഇപ്പോൾ പെയ്തൊഴിയുന്ന മഴയെ നമുക്ക് സംരക്ഷിക്കാൻ പരമാവധി ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുന്നതിലൂടെ മാത്രമേ ഇനി വരാനിരിക്കുന്ന വരൾച്ചയെ നമുക്ക് പ്രതിരോധിക്കാനാവൂ. ഒരു വശത്ത് വരൾച്ച, മറുവശത്ത് വെള്ളപ്പൊക്കം, പ്രളയം, ഇവ ഇങ്ങനെ മാറി മാറി വന്നാലുണ്ടാകുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ മണ്ണ്, ആ പ്രദേശം മരുവൽക്കരണത്തിലേക്ക് പോകും, ഡെസർട്ടിഫിക്കേഷനിലേക്ക് പോകും. അത് മറ്റൊരു മൂന്നാമത്തെ ഒരു സാധ്യതയാണ്. ആ സാധ്യതയിലേക്കൊന്നും കേരളമൊന്നും വന്നിട്ടില്ല. പക്ഷേ ചിറാപുഞ്ചി പോലുള്ള സ്ഥലങ്ങൾ ആ സാധ്യതയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും മഴയുടെ ലഭ്യതയും ഒക്കെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ശക്തമായ മഴയാണ് രാജ്യത്ത് വരാൻ സാധ്യതയുള്ളതെന്നും ഡൽഹിയിൽ അതിശക്തമായ മഴ ഇപ്പോൾ തന്നെ വന്നു, 3 പേർ മരിച്ചു. ഉത്തരാഖണ്ഡിലും പഞ്ചാബിലുമൊക്കെ വലിയ മഴ വരും എന്നാണ് IMDയുടെ റിപ്പോർട്ട്. വരും ദിവസങ്ങളിൽ ശക്തമായ മഴയായിരിക്കും രാജ്യത്ത് വരുന്നത്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞതോ ഇടത്തരമായിട്ടുള്ള വളരെ ശക്തമായ മഴ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല, വരുമെന്ന്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ വരും. അതേസമയം കേരളത്തിൽ മഴ കുറയാനും സാധ്യതയില്ല, മഴ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മഴയുടെ ഒരു വരവിലും പോക്കിലും നിൽപ്പിലും കിടപ്പിലുമൊക്കെ വലിയ പ്രതിസന്ധിയാണ് വരുന്നത്. കുറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ എന്ന രീതിയിൽ മഴ മാറിക്കളിക്കുമ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഇതിനെയൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കാലാവസ്ഥ വെല്ലുവിളി. ഇത് വലിയൊരു വെല്ലുവിളിയാണ്. നമുക്ക് ചിരപരിചിതമല്ലാത്തൊരു കാലാവസ്ഥ മാറ്റം വരുമ്പോൾ അതിനനുസരിച്ച് നാം മാറിയേ കഴിയൂ. അത് മാറുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള തയ്യാറെടുപ്പ് നടത്താനാണ് എല്ലാവരും നോക്കേണ്ടത്. അതിന് ആബാലവൃത്ത ജനങ്ങളും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സന്നദ്ധ സംഘടനകളും വകുപ്പുകളും ഏജൻസികളും എല്ലാവരും ഒരു മിഷൻ്റെ രൂപത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്കിതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ വരുമെന്ന് തന്നെ നമുക്ക്
പ്രതീക്ഷിക്കാം.